റാങ്ക് ലിസ്റ്റുകൾ കുറവാണ്, അതുപോലെ തന്നെ വേക്കൻസികൾ കുറവാണ്. എങ്കിൽ കൂടെ തന്നെയും നമ്മുടെ കേരള PSC നമുക്ക് വേണ്ടി തരുന്ന പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ കേരള PSC കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ്, എന്തൊക്കെയാണ് എന്നാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ കണ്ടല്ലോ, അസിസ്റ്റന്റ് പ്രൊഫസർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെതാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 094/2022 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് മെഡിക്കൽ ഓഫീസർ മർമ്മ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്നതാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. മൂന്നാമത് വന്നിട്ടുള്ളത് എന്താണ്, സപ്പോർട്ടിംഗ് അസിസ്റ്റന്റ് ഇൻ വോക്കൽ ഫോർ ഭരതനാട്യം എന്ന് പറയുന്നതാണ് മൂന്നാമത് വന്നിട്ടുള്ളത്. നാലാമത് വന്നിട്ടുള്ളതാണെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അഞ്ചാമത് ജിയോളജിക്കൽ അസിസ്റ്റന്റിന്റെ വന്നിട്ടുണ്ട്. പിന്നെ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 വന്നിട്ടുണ്ട്. ആർമേച്ചർ വൈൻഡറിന്റെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലേ വർക്കർ വന്നിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റ് ഫാക്ടറിയുടെ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ് ഉണ്ടല്ലോ, സെയിൽസ് അസിസ്റ്റന്റ് ഉണ്ടല്ലേ. അപ്പോൾ ഈ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു ഓഫീസിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറിയുടെ വന്നിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ഫിഷർമാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LD സ്റ്റെനോ പാർട്ട് 1 ജനറൽ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. 109/2022 ഡയറി കെമിസ്റ്റ്, നമ്മുടെ ഡയറി മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലർക്ക് ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 110/2022 എന്ന് പറയുന്ന ക്ലർക്ക് പോസ്റ്റിലേക്കും നിലവിൽ ഇതുവരെ കേരള PSC വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ്, എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ആദ്യം പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ നമുക്കറിയാമല്ലോ, ഈ പ്രൊഫസർ വിഭാഗമൊക്കെ അതിന് തക്കത എഡ്യൂക്കേഷൻ ഉള്ളവർക്കാണ് അതിലേക്ക് വിളിക്കുന്നത്. ഇന്ത്യൻ മെഡിസിൻ ഓഫീസറും അതുപോലെ തന്നെയാണ്. നമുക്കിതിൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് ഇത്. ലബോറട്ടറി ടെക്നീഷ്യൻ കണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. നെയിം ഓഫ് പോസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20-36 ആണ്. ക്വാളിഫിക്കേഷൻ എന്താണ്, BSc കെമിസ്ട്രി വിത്ത് DPharm വേണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. BSc കെമിസ്ട്രി വിത്ത് DPharm വേണമെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ലബോറട്ടറി ടെക്നീഷ്യന്റെ വന്നിട്ടുള്ളത്. പിന്നെ മെഡിക്കൽ ഓഫീസർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും കുറച്ച് പേർക്കേ കാണത്തുള്ളൂ. പിന്നെ ജിയോളജിക്കൽ അസിസ്റ്റന്റ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ജിയോളജിക്കൽ അസിസ്റ്റന്റ് ഗ്രൗണ്ട് വാട്ടർ എന്ന് നോക്കിയാലോ. ഓക്കെ, അത് കണ്ടല്ലോ. അതിന്റെ സാലറി സ്കെയിലൊക്കെ കാണാൻ നമുക്ക് 37,400 മുതലാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. ഏജ് ലിമിറ്റ് 18-36 ആണ്. ക്വാളിഫിക്കേഷൻ കണ്ടോ, MSc ഡിഗ്രി ഇൻ ജിയോളജി അല്ലെങ്കിൽ ഹൈഡ്രോളജി വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ആർമേച്ചർ വൈൻഡർ, ക്ലേ വർക്കർ വന്നിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റ് സെയിൽസ് ഗ്രേഡ് 2 ഉണ്ടോ, സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടായിരുന്നു. അതിന്റെ ഡോക്യുമെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അസിസ്റ്റന്റ് സെയിൽസ് ഗ്രേഡിന്റെ എന്താണ് അതിന്റെ നോക്കാം. അതിന്റെ സാലറി വരുന്ന 17,000 മുതൽ 27,000 വരെയാണ്. 6 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഏജ് ലിമിറ്റ് 18-40 ആണ് എന്ന് പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ കണ്ടോ, ഡിഗ്രിയാണ് കേട്ടോ. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക്, എന്താണ് പോസ്റ്റിന്റെ പേരെന്താണ്, സെയിൽസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഓഫീസ് അറ്റൻഡർ എന്ന് പറയുന്ന ഗ്രേഡ് 2 ജനറൽ കാറ്റഗറിയിലേക്കാണ്. അപ്പോൾ അതിന്റെ നമുക്ക് നോക്കിയാൽ ഓഫീസ് അറ്റൻഡറിന്റെ എന്താണെന്ന് നോക്കാം. നമുക്ക് ഒന്ന് നോക്കിയേ. ഓഫീസ് അറ്റൻഡറിന്റെ നമ്മുടെ ശമ്പളം വരുന്നത് 16,000 മുതൽ 35,000 വരെയാണ് അതിന്റെ ശമ്പളം വരുന്നത്. ഏജ് ലിമിറ്റ് 18-40 തന്നെയാണ്. ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ SSLC ആണ് കേട്ടോ. SSLC വേണം. അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ് അറിഞ്ഞിരിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ LD സ്റ്റെനോ വന്നിട്ടുണ്ട്. അപ്പോൾ LD സ്റ്റെനോടെ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ കാര്യം, LD സ്റ്റെനോടെ ക്വാളിഫിക്കേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടോ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ ഉണ്ടല്ലോ, 15,000 മുതലാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പോൾ ഡിഗ്രി വേണമെന്ന് പറയുന്നുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് വേണം, ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ സ്റ്റെനോടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ നമുക്ക് ക്ലർക്ക്, ആ ക്ലർക്കിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുകൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ക്ലർക്ക് കണ്ടല്ലോ, 8,600 മുതൽ 11,000 വരെ വരുന്ന പേ സ്കെയിലാണ്. ഒരാൾക്ക് മാത്രമേ അതിനകത്ത് വേക്കൻസി ഉള്ളൂ. 18-36 ആണ് ഏജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ് കേട്ടോ. ഗ്രാജുവേഷൻ ഓഫ് കൊമേഴ്സ് ആണ്. കൊമേഴ്സിൽ ഗ്രാജുവേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ടെലഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. എന്തായാലും നമ്മുടെ LDC LGSന്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പുതിയ ക്വാളിഫിക്കേഷൻസും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ. ഓക്കെ.